അല്ലെ അതുപോലെ അല്ലെ സ്തോത്രം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമുക്കൊരു അല്ലെ സ്തോത്രം ഗ്രോയിങ് വിത്ത് ക്രൈസ്റ്റ്, അതായത് കർത്താവിനോട് കൂടെ വളരാനുള്ള, അതാണ് ഡിസൈപ്പിൾഷിപ്പ്. കർത്താവ് ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾ എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളാൻ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അതൊരു കുറച്ച് പാസ്റ്റേഴ്സിനോ കുറച്ച് ഇവാഞ്ചലിസ്റ്റിനോ കുറച്ച് പേർക്കുള്ളതാണെന്ന്. അല്ല, ഇത് എല്ലാവർക്കും, ഭൂലോകം ഒക്കെയും പോയി നിങ്ങൾ സകല സൃഷ്ടിയോടും സുവിശേഷം പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരണമെന്ന് ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടാണ് അല്ലെ ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യരാകുക എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ ശിഷ്യകൾക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു യേശുവിന്റെ സമയത്ത്. യേശുവിന്റെ കൂടെ നടന്ന് ശുശ്രൂഷിച്ചു. അവര് യേശു എവിടെ പോന്നോ അവിടെ എല്ലാം പാദത്തിലിരുന്നു ശുശ്രൂഷിച്ചു. പല കാര്യങ്ങളും നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. പഴയ നിയമത്തില് അല്ലെ ശുശ്രൂഷിച്ച ഒത്തിരി പേരുണ്ട്. എന്നാൽ അല്ലെ സ്തോത്രം, ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തില് അല്ലെ കർത്താവ് എന്റെ മേൽ ഇതിനൊക്കെ വേണ്ടി അല്ലെ എംപവർമെന്റ് കർത്താവ് തരും. നിങ്ങൾ ഇത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, നിങ്ങൾക്കൊരു നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ആയി കഴിയുമ്പോൾ കർത്താവ് നിങ്ങളെ അങ്ങനെ തന്നെ ആക്കും. മൂന്നാമത് അല്ലെ സ്തോത്രം, സെർവിങ് അതേഴ്സ്, അതായത് നമ്മൾ മറ്റുള്ളവരെ കൈത്താങ്ങൽ കൊടുക്കണം, മറ്റുള്ളവരെ മിനിസ്ട്രി ചെയ്യണം. മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ സെർവിങ് അതേഴ്സ്. ഇതിപ്പോ നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മൾ അവരെ സെർവ് ചെയ്യുന്നു. രാവിലെ തൊട്ട് നമ്മള് പിന്നെ കഞ്ഞിയും കറി വെച്ച് കൊടുക്കുന്നു. ഇതെല്ലാം നല്ലതാ, അത് ചെയ്തേ ബാക്കി കാര്യം ചെയ്യാവുള്ളൂ. ഫാമിലിയുടെ കാര്യം ചെയ്തേ അല്ല ബാക്കി കാര്യം, കർത്താവിന്റെ കാര്യം ചെയ്യാവുള്ളൂ എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നു. ആദ്യ കുടുംബം അല്ലെ സ്തോത്രം. അപ്പം അത് കഴിഞ്ഞുള്ള സമയം സെർവിങ് അതേഴ്സ്, അതായത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള, നമ്മളെ ശക്തീകരിക്കുന്ന എന്തിനാ, നമ്മുടെ മേൽ പവർ തരുന്നത് എന്തിനാ, എംപവർമെന്റ് നമ്മൾ തരുന്നത് എന്തിനാ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആലെ സ്തോത്രം. അതുപോലെ അഞ്ചാമത്തെ കാര്യം ഇവാഞ്ചലിസം, ഷെയറിങ് ദ ഗോസ്പൽ. ഇതെല്ലാം ഇതിനോട് തന്നെ കണക്ട് ചെയ്താ വരുന്നത്. ഷെയറിങ് ദ ഗോസ്പൽ. നമ്മൾ ഒരു ദിവസം, ഒരാഴ്ച, ഈ ആഴ്ച വെള്ളിയാഴ്ച നമ്മള് റിലീസിലായോണ്ടാ ഞാൻ വെള്ളിയാഴ്ച ഞായറാഴ്ച ഞങ്ങൾക്ക് ആരാധനയുണ്ട്. വെള്ളിയാഴ്ച വന്നതിന് ശേഷം നമ്മൾ ഒരു വ്യക്തിയോട് പോലും യേശുവിന്റെ സ്നേഹം പറയുന്നില്ല. ഷെയറിങ് ദ ഗോസ്പൽ വിത്ത് അതേഴ്സ്. ഹല്ലേലൂയ. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാ. കർത്താവിന്റെ കൽപ്പനയാത്. സ്തോത്രം. അതിനു പകരം നമ്മൾ എന്തൊക്കെയാ ഒരു ആഴ്ച ചെയ്യുന്നത്? തിങ്കളാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? ആരോടൊക്കെ എന്തൊക്കെയാ സംസാരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ബാക്ക് ടു നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കിക്കേ. അല്ല, നമ്മളെ കുറിച്ച് ദൈവം ശക്തീകരിക്കണമെങ്കിൽ നമുക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അത് അല്ലിയ നിർബന്ധമാണ്. ഇനിയും ചില ക്വാളിറ്റീസും കൂടെ അല്ലിയ സ്തോത്രം നമ്മൾക്ക് സഹോദരിമാരായ നമുക്ക് അല്ലെ ആവശ്യമായിരിക്കുന്ന മാത്രം ഞാൻ അല്ലിയ പെട്ടെന്ന് പോയിന്റേ പറയത്തുള്ളൂ. നമ്മുടെ സമയം നമുക്ക് ഒത്തിരി ഇല്ലാത്തത് കൊണ്ട് അല്ലെ സ്തോത്രം. നമുക്ക് ചില ഗുണങ്ങൾ ബേസിക്കലി നമുക്കുണ്ടായിരിക്കണം. ഒന്ന്, നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ടായിരിക്കണം. നമ്മളൊരു അന്തസ് എന്ന് മലയാളത്തിൽ പറയും. അന്തസ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എവിടെ പോയാലും എവിടെയാണെങ്കിലും നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസാരം, വേണ്ടാത്ത കാര്യങ്ങൾ ഈ ലോക്കൽ ആൾക്കാർ പറയുന്നത് പോലെ ഒന്നുമില്ല. അതൊന്നും നമ്മൾ ആ ഒരു രീതിയിലല്ല. നമ്മളിൽ ഒരു അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മളൊരു അതിൻ്റെതായ കർത്താവിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. വേണ്ടാത്ത വാക്കുകൾ പറയരുത്. വേണ്ടാത്ത അവര് ചെയ്യുന്ന ലോകക്കാർ നടക്കുന്ന പോലെ നടക്കരുത്. സ്തോത്രം. അവിടെ ഒരു ലോകത്തിന്റെ ആൾക്കാർ, ഒരു നടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങൾ അവിടെ വന്നു, എന്നാ പിന്നെ ഞാൻ അതങ്ങ് എടുത്തിട്ടേക്കാം. നോ, അതല്ല. നമ്മളെ കാണുമ്പം തന്നെ അറിയാം, നമ്മുടെ ഇടുന്ന ഡ്രസ്സ് കണ്ടാൽ അറിയാം, അതിന്റെ ഫാഷൻ കണ്ടാൽ അറിയാം, അതിന്റെ കളർ കണ്ടാൽ അറിയാം. ആരും പറയണ്ട, പരിശുദ്ധാത്മാവ് പറയും. നമുക്ക് ഇന്നത് ഇടണം, ഇന്നത് ഇടണ്ടാന്നെന്ന് പരിശുദ്ധാത്മാവ് പറയും. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് നടത്തണം, എന്നെ നിയന്ത്രിക്കണം, എനിക്ക് വേണ്ട ആലോചന പറഞ്ഞു തരണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആ ശക്തീകരണം എന്റെ അവയവങ്ങളുടെ മേൽ വ്യാപരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 2 പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ അത് വ്യാപരിച്ചു. സ്വർഗത്തിലെ തീ, ഹല്ലേലൂയ സ്തോത്രം, മാനുഷ്യമായ നമ്മുടെ ഫ്ലഷ് ആവുന്ന ടങ്ങില്
അല്ല ദൈവത്തിന്റെ അഗ്നിജ്വാല പോലെ വളർന്നിരിക്കുന്ന നാവുകൾ കടന്നു വന്ന് അവരെ രൂപാന്തരപ്പെടുത്തിയാണ് അന്യഭാഷ പറയിപ്പിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2 നമ്മൾ നോക്കുമ്പോൾ അതാണ്, അവരെ രൂപാന്തരപ്പെടുത്തി, അവരുടെ ചെവിയെ മാറ്റി, അവരുടെ കണ്ണിനെ മാറ്റി, അവരുടെ ഹല്ലേലൂയ സ്തോത്രം നാവിനെ മാറ്റി. നാവാണ് ഏറ്റവും വലിയ ശത്രു, നമ്മുടെ നാവ്. ഹല്ലേലൂയ. അതാണ് യെശയ്യാവ് വരെ പറഞ്ഞിരിക്കുന്നത്. യെരമ്യാവിനോടും പറഞ്ഞതാ. സ്തോത്രം, നിന്റെ നാവിന്മേൽ തൊട്ട് ഞാൻ ദൈവവചനം തന്നിരിക്കുന്നു. യെശയ്യാവിനോട് പറഞ്ഞു. യെശയ്യാവ് തന്നെത്താനെ പറയുക, ദൈവമഹത്വം കണ്ട യെശയ്യാവ് പറയുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ, സ്തോത്രം. യെരമ്യാവ് പിന്നെ പറയാ, നീ അധമമായതൊഴിച്ച് ഉത്തമമായി പ്രസ്താവിച്ചാൽ നീ എന്റെ പോലെയാവും. ഹല്ലേലൂയ. നമ്മുടെ നാവാണ് സുവിശേഷം പറയുന്നത്, നാവാണ് പ്രസംഗിക്കുന്നത്, നാവാണ് നമ്മളെ എല്ലാം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അതിനൊരു ശുദ്ധീകരണം നമുക്കില്ലെങ്കിൽ സ്തോത്രം, ആരും അറിയാതെ ആരും കേൾക്കാതെ എന്തെങ്കിലുമൊക്കെ പറയുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ സ്തോത്രം കർത്താവ് അറിയുന്നു, കാണുന്നു. എന്നാൽ യെശയ്യാവ് സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വർഗത്ത് യെശയ്യാവ് പറഞ്ഞു, ഞാൻ എന്റെ നാവ് വല്ലോരുടെ കുറ്റം പറയുന്നതായിരുന്നു. അയ്യോ അവർക്ക് കഷ്ടം, അയ്യോ ഇവർക്ക് കഷ്ടം എന്ന് പറയുന്നതായിരുന്നു. പക്ഷെ ആ മഹത്വം കണ്ടു കഴിഞ്ഞ് യെശയ്യാവ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാ. ഹല്ലേലൂയ, സ്തോത്രം, എന്റെ അതരത്തെ ഒന്ന് ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞ് സ്തോത്രം 5 അധ്യായത്തിൽ വല്ലോരുടെ കുറ്റം നോക്കി നടന്ന വ്യക്തി തന്റെ കുറ്റം കണ്ടുപിടിച്ച് സമർപ്പിച്ച് സ്വർഗത്തിലെ കുടിലുകൊണ്ട് ഒരു തീ കൊണ്ട് അതിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ ദൈവ വിളിക്ക് വേണ്ടി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആരെ അയക്കേണ്ടു, എനിക്ക് വേണ്ടി പോകുന്നുള്ള ദൈവശബ്ദം കേട്ടു. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിലാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾക്ക് ദൈവശബ്ദം കേട്ട് നിങ്ങൾക്ക് അടുത്ത ശുശ്രൂഷയിലേക്ക് സഹോദരമായ നമുക്ക് ഇഷ്ടം പോലെ ശുശ്രൂഷയ്ക്ക് പോകാനുള്ള വഴി ദൈവം തുറന്നു തന്നിട്ടുണ്ട്. ഞാൻ ഏപ്രിൽ 4 ഒരു വലിയ മീറ്റിംഗ് സ്തോത്രം നാട്ടില് കൊടുത്തതാ. എനിക്കതിന് പോകണം, അതുകൊണ്ട് തിരിച്ചവിടെ വന്ന് പോകണമെന്ന് വിചാരിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം അയക്കുവാണെങ്കിൽ പോകണം. ബഹറിനും വന്നിട്ട് എനിക്ക് അല്പ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ സ്തോത്രം ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് ഞാൻ ഇതൊന്നും ചിന്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നടത്തുന്ന പോലെ പോകട്ടെ എന്ന് ഞാൻ ചിന്തിക്കുക. കാരണം കർത്താവ് ഒരു കാര്യം നിശ്ചയിച്ചാല് ദൈവം അതിന്റെ വഴി തുറക്കും. അതല്ല നമ്മൾ അവിടെ പോകണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞു, കർത്താവെ ഇനി ഇവിടുന്ന് തിരിച്ചു പോകണോ വേണ്ടയോ, എനിക്കൊരു അടയാളമായിട്ട് എന്തെങ്കിലും തരണം. ഞാൻ ആ മീറ്റിങ്ങിന് വേണ്ടി സ്തോത്രം വാഗമണിൽ വലിയൊരു ക്യാമ്പിനകത്ത് ശനിയാഴ്ച രാവിലെ എനിക്ക് മെസ്സേജ് കൊടുക്കണം. സ്തോത്രം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിങ്ങോട്ട് വരാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു, ദൈവം എന്നെ അവിടെ നയിക്കുന്നെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുക. അതല്ല ദൈവത്തിന്റെ പദ്ധതി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അത് മാറ്റിവെക്കുവാണെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യണം. ഞാനല്ലാതെ ഞാൻ പിടിച്ചു പറയുക, എനിക്ക് 4 പോയേ പറ്റത്തുള്ളൂ, കർത്താവെ പോയേ പറ്റത്തുള്ളൂ, എനിക്ക് അവിടെ സൃഷ്ടിച്ചേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ഓരോരുത്തരുടെ ഡിസിഷൻ, പരിശുദ്ധാത്മാവ് എന്തു പറയുന്നോ, എന്ത് ചെയ്യാൻ പറയുന്നോ അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ ദൈവം നമ്മോടുകൂടെ ഇരുന്ന് നമ്മളെ ശക്തീകരിച്ച് ആ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മളെ എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവം എത്തിക്കും. അതിനാ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. യെശയ്യാവ് അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് യെശയ്യാവ് പിന്നെ പ്രവചിക്കാൻ തുടങ്ങി. യേശുവിന്റെ ജനനം മുതല് പുത്തനാം യെരൂശലേം വരെ നിത്യത വരെയുള്ള കാര്യങ്ങൾ പ്രവചിച്ച് ബൈബിളിലെ ഒരു സ്തോത്രം ഇന്നർ ബൈബിളായിട്ട് യെശയ്യാവിന്റെ പുസ്തകം എഴുതുവാൻ കൊടുത്ത ഏക കാരണം 6-ാം അധ്യായത്തിന്റെ സ്തോത്രം 5-ാമത്തെ വാക്യം മുതലുള്ള കാര്യമാണ്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുമ്പോൾ കർത്താവെ, നമ്മൾ ആരും നാവിന് കടിഞ്ഞാണിട്ട് പറയുന്ന സ്വഭാവം നമുക്ക് ചിലപ്പോ കാണത്തില്ല, ചിലപ്പോ വിട്ടുപോകും. പക്ഷെ നമ്മളൊന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ പറയുക, നമ്മളൊന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ പോലെ ദൈവം അരുളി ചെയ്തെന്ന് പറയുവാൻ ദൈവത്തിന്റെ വായായിട്ട് ഹല്ലേലൂയ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന അഭിഷക്ത ദൈവദാസിമാരാ എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കേൾക്കാൻ പോകുന്ന
ലൈവിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചാൽ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായിട്ട് ഹല്ലേലൂയ ഞാൻ ആരെ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ അതാണ് വിളി എന്ന് പറഞ്ഞിരിക്കുന്നത്, അതാണ് കോളിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം കടന്നു വന്ന എല്ലാവരും ഈ കോളിംഗ് ഉള്ളവരാ. പക്ഷെ നമ്മളെ തന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പം ഗുണങ്ങളിൽ ഒന്ന് ഞാൻ ആ സബ്ജക്റ്റിൽ നിന്ന് വിട്ടുപോയി, പരിശുദ്ധാത്മാവ് നടത്തിയ പോലെ അങ്ങോട്ട് പോകുന്നത് കൊണ്ട്. രണ്ടാമത് പേഷ്യൻസ്, ക്ഷമ വേണം. നമ്മുടെ ജീവിതത്തിൽ ക്ഷമ വേണം. ക്ഷമ സ്തോത്രം. നമ്മൾ ഒത്തിരി ക്ഷമ ചോദിച്ച് കർത്താവിനോട് വാങ്ങിക്കും. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുമോ? ഒത്തിരി സ്നേഹം തരണേന്ന് പറയും, മറ്റുള്ളവരെ സ്നേഹിക്കുമോ? ഒത്തിരി എനിക്ക് ഭൗതികമായ കാര്യം പറയുന്നു, അതുപോലെ മറ്റുള്ളവരോട് കൊടുക്കുമോ? അപ്പൊ നമ്മൾക്ക് ലഭിക്കുന്നതെല്ലാം സ്തോത്രം ഇത് ആത്മാവിന്റെ ഫലം 9 ഫലത്തിലുള്ളതാ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്തോത്രം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാര്യം ഉത്സാഹമില്ലാതെ കർത്താവിന്റെ വേലയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉത്സാഹം വേണം. അതുപോലെ സ്തോത്രം ഔദാര്യ മനോഭാവം വേണം. ഔദാര്യമായി ലഭിക്കുന്നത് ഔദാര്യമായി കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. അതിനുവേണ്ടി സാക്രിഫൈസ്. എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു കൃപയുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് കർത്താവ് അധികമായി എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം ഞാൻ ഔദാര്യമായി അത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കും. മറ്റുള്ളവരെ സ്നേഹിക്കും. ഔദാര്യ ജനറോസിറ്റി, ഔദാര്യ മനോഭാവം നമുക്ക് വേണം. സ്തോത്രം. അഞ്ചാമത് നമുക്ക് ധൈര്യം വേണം. പരിശുദ്ധാത്മാവ് തരുന്ന കാര്യമാ ധൈര്യത്തിന്റെ ആത്മാവ്. സ്തോത്രം. ധൈര്യം നമുക്ക് വേണം. ആ ധൈര്യം, കറേജ് വേണം. എന്നാലേ നമ്മളിപ്പോ ഓർക്കും വണ്ടി ഓടിക്കുന്നവർക്ക് സ്തോത്രം, വണ്ടി റോഡിൽ ഇറക്കുമ്പോൾ എതിരെ വാഹനം വരുന്ന കണ്ടാൽ ധൈര്യമില്ലാത്തവര് അവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. എന്നാൽ ആ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് സ്തോത്രം ധൈര്യത്തോടെ ആ ബ്രേക്ക് ചവിട്ടുവാൻ ധൈര്യം നമുക്ക് തരുന്നു. സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം അതിനെക്കാട്ടിലും ദൈവത്തിന്റെ വേല ചെയ്യുവാൻ നമുക്ക് ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തീകരണത്തിലുള്ളതാ കറേജ് ആൻഡ് ബോൾഡ്നെസ്. സുബോധത്തിന്റെയും ശക്തിയുടെയും ആത്മാവിനാലാ ദൈവം നമ്മളെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് എല്ലാം പ്രാർത്ഥിക്കാം. ആറാമത് വിസ്ഡം നമുക്ക് വേണം. കുറച്ച് ബേസിക് ക്വാളിറ്റീസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനം. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ ഭവനം പണിയുന്നു. ഉയരത്തിലെ ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം ചോദിച്ചു വാങ്ങിക്കുക. എഫേസ്യ ലേഖനത്തിനകത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുവാൻ വിശ്വസ്തനാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ. ഏഴാമത് ഭക്തിയുള്ള ഒരു ജീവിതം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഏറ്റെടുക്കുവാനായിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഓരോ സഹോദരിമാര് സ്തോത്രം ബൈബിളിനകത്ത് അവർ എങ്ങനെ നിന്നതുകൊണ്ട് ആ ബൈബിളിനകത്ത് അവരുടെ പേരും അവരുടെ ശുശ്രൂഷയും വന്നെന്നുള്ളത് ഞാൻ പിന്നത്തേതിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. എന്നാൽ ഇന്ന് മറ്റു ചില കാര്യങ്ങൾ പറയാം. നിങ്ങളിത് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയേണ്ടത് കൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ എഴുതി വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മില് ആ ശക്തീകരണം പകർന്നു തരും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പകർന്നു തരും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഇനിയും പറയാൻ പോകുന്നത് ദൈവത്തിന്റെ പ്രോമിസ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോമിസ് ഓഫ് പവർ. അതായത് എംപവർമെന്റ് എന്നുള്ളത് ആക്ട്സ് 1:8. നമുക്ക് ആ വാക്യം വായിച്ചുകൊണ്ട് തന്നെ സ്തോത്രം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം. ആക്ട്സ് 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. എല്ലാരും പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരും പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം പറ്റുന്നില്ല. എന്നാൽ സ്തോത്രം എനിക്കൊരു എംപവർമെന്റ് ഇതിൽ കൂടെ, ഈ ശുശ്രൂഷയിൽ കൂടെ ദൈവമേ എൻ്റെ മേലൊന്ന് പകരപ്പെടണമെന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ?
ഒന്ന് പ്രാർത്ഥിക്കാമോ? അല്ലെ സ്തോത്രം. പരിശുദ്ധാത്മാവ് വരും നിങ്ങളുടെ മേല്. ഹല്ലേലൂയ സ്തോത്രം. സത്യത്തിന്റെ ആത്മാവ് വരും. അല്ല, സകല സത്യത്തിലും വഴി നടത്തും. അല്ല, യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് വായിക്കണ്ട, പറഞ്ഞിരിക്കുന്നത് തന്നെ എന്താണെന്നറിയാമോ? സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ സ്തോത്രം. വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ പറഞ്ഞ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ വാക്കാണ് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അത് ശക്തി, ധൈര്യത്തിന്റെ, സുബോധത്തിന്റെ, സ്നേഹത്തിന്റെ, മുമ്പേ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യവും, ആ 7 ക്വാളിറ്റീസും അതിനകത്തുള്ളതാ. കർത്താവ് എനിക്കത് തരും. പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ്, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ട് ഇതെനിക്ക് തരും എന്ന് പ്രാർത്ഥിച്ച ആ ശക്തീകരണം, അതാണ് നമുക്ക് ആവശ്യമായിരിക്കും. നോക്കിക്കേ, ആ പവർ നമുക്കുണ്ടെങ്കിൽ ഭൂലോകം ഒക്കെയും പോയി. നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ വാക്യം 2 വർഷം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 2 വർഷം ഈ വാക്യം എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അല്ലാതെ ഞാൻ 2 ദിവസം കൊണ്ടല്ല ഭൂലോകമൊക്കെയും പോകാനുള്ള ശക്തീകരണം എനിക്ക് കിട്ടിയത്. ഹല്ലേലൂയ സ്തോത്രം. ചില നാളുകൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ മേലെ എന്റെ മാനുഷിക ബുദ്ധിയും മാനുഷ്യമായിട്ടുള്ള കാര്യവും എല്ലാം വിട്ടിട്ട് ഒരു ക്രൗഡിന്റെ മുമ്പില് നിങ്ങളെ ഞാൻ ഹല്ലേലൂയ സ്തോത്രം ശുശ്രൂഷയ്ക്കായി, വചന ശുശ്രൂഷയ്ക്കായി, ഹല്ലേലൂയ സ്തോത്രം, എങ്ങനെ നിങ്ങൾ ഫിയർ ഇല്ലാതെ ഒരു ക്രൗഡിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും? ദൈവമക്കളെ, നിങ്ങളെക്കാൾ ഒട്ടും ശ്രേഷ്ഠത എനിക്കില്ല. നിങ്ങളെക്കാൾ ഒക്കെ ഒരു ലെവലിൽ താണെന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണം പ്രാർത്ഥിച്ച് ചില നാളുകൾ എൻ്റെ മേൽ ദൈവം തന്നപ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം ക്രൗഡിന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുമെന്നുള്ള സ്റ്റേജ് ഫിയർ എന്നെ മാറ്റി. എൻ്റെ ഉള്ളിനകത്ത് കറേജ് ദൈവം തന്നു. എൻ്റെ ഉള്ളിനകത്ത് ബോൾഡ്നെസ് ദൈവം തന്നു. എന്നെ ദൈവത്തിന്റെ വായായിട്ട് ദൈവം നിർത്തി. ഹല്ലേലൂയ സ്തോത്രം. അത് എന്തെന്ന് ചോദിച്ചാൽ, ഓരോ ദിവസവും കർത്താവേ, ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ, ഹൂസ്റ്റണിൽ ഇപ്പൊ ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നതാ. ആ ശുശ്രൂഷ കഴിയുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്തെന്നും പറഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ജയിക്കും ഇല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കർത്താവെ, ഇനിയും ഒരു ശുശ്രൂഷ എനിക്ക് ദൈവം തരുവാണെങ്കിൽ ഇതിനെക്കാട്ടിലും എനിക്ക് ചെയ്യണം. പോരാ, എനിക്ക് ചെയ്തതൊന്നും അങ്ങോട്ട് ഒരു പെർഫെക്ഷൻ ഇല്ല. അപ്പൊ നമ്മളെന്തോ ഒരു ആത്മാവിൽ ഒരു ദാരിദ്ര്യം, സ്തോത്രം. അല്ലാതെ നമുക്കൊരു ശുശ്രൂഷ കഴിഞ്ഞു, എനിക്ക് ഇപ്പൊ ഹൂസ്റ്റൺ പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ സ്തോത്രം വലിയൊരു മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങ് ഭയങ്കര ശുശ്രൂഷക്കാരിയാന്ന് തോന്നാൻ ദൈവം ഇടയാക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതാ. ഇല്ല, പോരാ. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ഒന്നുകൂടെ ഒരു ശക്തീകരണം തരണം കർത്താവേ. ഒന്നുകൂടെ ദൈവവചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകൂടെ സമർപ്പണം വേണം കർത്താവേ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇനിയുള്ള ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവം പറയാം. എൻ്റെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇതിനോടനുബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയുക. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പം നമുക്ക് ശക്തി ലഭിക്കും. അത് നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ പ്രാർത്ഥന വിഷയമാകട്ടെ. ബട്ട് യു വിൽ റിസീവ് പവർ. ഹല്ലേലൂയ. ആ പവറാണ് ദൈവമക്കളെ, അത് മാത്രം കൊണ്ടാണ് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത്. മാനുഷ്യമായ എന്തെങ്കിലും സ്ഥാനമോ മാനമോ പണമോ പ്രതാപമോ ഒന്നും കൊണ്ട് കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവര് കാണും. ആ വേല കർത്താവ് എല്ലാം കൂടെ ഒരു വര വരയ്ക്കും. ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ എൻ്റെ നാമത്തിൽ അത് ചെയ്തു ഇത് ചെയ്തു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ, ദൈവ സ്നേഹത്തോടെ, ദൈവ കൃപയോടെ നമ്മൾ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്തോത്രം, കർത്താവ് അത് അംഗീകരിക്കും. കർത്താവ് ഒരു ടിക്കിടും. നമുക്കിങ്ങനെ കാണുമ്പോ ഇല്ലേ, നമ്മൾ കാർഡൊക്കെ കൊടുത്ത് വെച്ച് ഇങ്ങോട്ട് പോകുമ്പോ അവർ ചിലപ്പോ കാർഡ് ഇങ്ങോട്ട് പോരും, അതിനകത്ത് പൈസ ഇല്ല അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരു ടിക്ക് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിക്കും, എന്റെ കാർഡ് വർക്ക് ചെയ്തല്ലോ, എനിക്ക് പോകാമല്ലോ. അപ്പൊ പലയിടത്തും നമുക്ക് ടിക്ക് ഇടുന്ന കാണാം. സ്തോത്രം. നമ്മുടെ ശുശ്രൂഷയിൽ ദൈവം ഒരു ടിക്കിടാൻ വേണ്ടിയാണ് നമ്മൾ ശുശ്രൂഷക്കാരായ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മനുഷ്യർ നമ്മളെ നിന്ദിക്കത്തേ ഉള്ളൂ. മനുഷ്യർ നമ്മളെ സ്തോത്രം തള്ളിക്കളയത്തേ ഉള്ളൂ. ഞാൻ എന്തുമാത്രം റിജക്ഷൻ അനുഭവിച്ച ആളാണെന്നറിയാമോ? സ്തോത്രം. നിങ്ങൾ വിചാരിക്കും ആന്റിയെ എന്നെ കൈ അടിച്ച് മുന്നോട്ട് കൊണ്ടുപോയെന്ന്. ഇല്ല,
അല്ലെ കർത്താവിന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ക്രൂശ് നിന്നയാ, പരിഹാസമാ, ആലെ പഴിയ, ദുഷ്യ, ആലെ എല്ലാ തിന്മയും കളവായി പറയും. ആലെ അപ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കാനാ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ആലെയാ മഞ്ജു നീ നല്ലതാണ്, ബ്ലസ്സി നീ നല്ലതാണ്, ആലെ സ്തോത്രം എന്ന് പറയാനായിട്ട് ആലെലിയ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കരുത്. ചിലപ്പോൾ നമ്മളെ വളരെ നിരുത്സാഹപ്പെടുത്തും. ആലെ സ്തോത്രം സൂക്ഷ കഴിഞ്ഞു വരുമ്പോൾ ആലെ സ്തോത്രം എത്രയെല്ലാം പ്രതിസന്ധികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. അടുത്തൊരു വാക്യം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഹൂസ്റ്റൺ ഫെലോഷിപ്പിൽ ഞാൻ ദൈവവചനം എടുത്തപ്പോൾ നിങ്ങൾ ആ നെറ്റിനകത്ത് യൂട്യൂബിനകത്ത് അത് കണ്ടു കാണും. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ അത് തന്നെ ഹല്ലേലൂയ ആ വാക്യം വെച്ച് പ്രാർത്ഥിക്കാൻ. യെശയ്യാപ്രവചനം 41:15 വാക്യം, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറുതുമായ ഒരു മെതുവണ്ടി ആക്കി തീർക്കുന്നു. ഐ വിൽ മേക്ക് യു. ആരും തീർക്കുവല്ല, ആരും തീർക്കുവല്ല. നമ്മുടെ ഭർത്താവല്ല, നമ്മുടെ പാസ്റ്ററല്ല, നമ്മുടെ കൂടെ ഉള്ളവരല്ല. അവരൊക്കെ നമ്മളെ ചിലപ്പം ചിലർ എൻകറേജ് ചെയ്യും, ചിലർ ഡിസ്കറേജ് ചെയ്യും. ആലെ സ്തോത്രം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ പറയും, ആ ആന്റി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ആലെ സ്തോത്രം ഇതൊക്കെ നമ്മുടെ ചെവിയിൽ അന്നേരം കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം വരും. പക്ഷെ കർത്താവ് പറയാ, ഞാൻ നിന്നെ ഹല്ലേലൂയ. അതിന്റെ ആ 14 വാക്യം പറയുന്നേക്കുന്ന ആരെങ്കിലും എടുത്തവരൊന്ന് വായിച്ചേ. 14ഉം 15ഉം കൂടെ ചേർത്ത് വായിച്ചു. 14. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബേലിലേക്ക് ആളയച്ചു. 14 സ്തോത്രം. യെശയ്യാപ്രവചനം 41 സ്തോത്രം 14ഉം 15. പുഴുവായ യാക്കോബെ, ഒരാൾ വായിക്കാം, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേരെ. വായിച്ചോ. പുഴുവായ യാക്കോബെ, ഇസ്രായേൽ പരിശേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും ആയി മെതിവണ്ടിയാക്കി തീർക്കുന്നു. അത്രയും മതി. അതിന് താഴോട്ടുള്ള ശുശ്രൂഷ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയാ. മെതുവണ്ടിയാക്കി. അപ്പൊ എന്തുവാ? പുഴു, ഒരു വേമ്. ആലെ സ്തോത്രം ഇല്ലേ? നീ ഒരു പുഴുവാ യാക്കോബേ, നീ ഒരു പുഴുവാ. നമ്മളെല്ലാം പറയും, കർത്താവേ ഞാൻ പുഴുവാണ്, പൊടിയാണ്, കൃമിയാണ് എല്ലാം പറയും. പക്ഷെ ആ ഹംബിൾനെസ് പറയുവാണ്, നീ പുഴുവായ യാക്കോബേ. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹാലിസ്തോ, ഞാൻ നിന്റെ വലം കൈ പിടിച്ച് ഞാൻ നിന്നെ സഹായിക്കും. ലോകത്തിലുള്ളവരൊക്കെ, നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അല്ലെ, നമ്മുടെ മറ്റുള്ളവരൊക്കെ നമ്മളെ സ്തോത്രം എന്തുമാത്രം നല്ലത് പറയുന്നവരുണ്ട് കേട്ടോ, നല്ലതായിട്ട് പറയുന്നവരുണ്ട്. പക്ഷെ മാറിയിരുന്ന് ബാക്കിലിരുന്ന് കുറ്റം പറയുന്നവരുണ്ട്. സ്തോത്രം. എല്ലാവരെയും കൂടെ നമ്മൾ ഉൾക്കൊള്ളാൻ ഒരു ശക്തീകരണം വേണമെന്ന് ഞാൻ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുക കർത്താവിനോട്. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വേദന വരും. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് വേദന വരല്ല, നിന്റെ ക്രൂശ് എടുത്തോണ്ടാ നിക്കണമെന്ന് പറഞ്ഞത്. ക്രൂശ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്തോത്രം കർത്താവ് ലോകത്തെ മുഴുവൻ നേടാൻ വന്നിട്ട് കണ്ടാൽ ആളല്ലാത്ത പോലെ അങ്ങനൊക്കെ ആ റിജക്ഷൻ വരുമ്പോ ഞാൻ 53 എടുത്ത് വായിച്ചിട്ട് പറയും, രോമം കത്തിരിക്കുന്നവന്റെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ ഞാൻ വായെ തുറക്കാതിരുന്നു. സ്തോത്രം. കർത്താവ് അതിൽ കൂടെ പോയി. സ്തോത്രം. സ്വർഗം വിട്ടു വന്നിട്ട് അതിൽ കൂടെ പോയെങ്കിൽ നമുക്കതിന്റെ ബാക്കി എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ ഭാരപ്പെട്ടു പോകല്ലേ ദൈവമക്കളെ. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ സ്തോത്രം പുഴുവിനെ ഒരു വേമിനെ വെപ്പണാക്കി തീർക്കുക. അടുത്ത അധ്യായത്തില്, അടുത്ത വാക്യത്തിൽ തന്നെ പറയാ, അധ്യായമല്ല അടുത്ത വാക്യത്തിൽ 15 പറയാ, ഞാൻ നിന്നെ, വേറൊരു വ്യക്തിയല്ല. ഇന്ന് പകൽക്കാല ദൂതൊന്ന് ഏറ്റെടുത്താൽ സ്തോത്രം, ഞാൻ നിന്നെ സ്തോത്രം ആക്കി തീർക്കുന്നെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കരങ്ങളിലോട്ടൊന്ന് ഹംബിൾ ചെയ്ത് ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. ഞാൻ നിന്നെ ആക്കാൻ പോകുക, ഞാൻ നിന്നെ കൃപ തരാൻ പോകുക, ഞാൻ നിന്റെ വലം കൈ പിടിക്കാൻ പോകുക, ഞാൻ നിന്നെ സഹായിക്കാൻ പോകുക, ഞാൻ നിന്നെ പുതിയതാക്കാൻ പോകുക. ആർക്കെങ്കിലും അങ്ങനെ ആകണോ? എനിക്ക് ഈ പറയുന്ന ഇതാക്കണം, ഇന്നലെ വരെയുള്ളതല്ല, എനിക്ക് ഇച്ചിരൂടെ റിന്യൂവൽ വേണം. നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയാൻ എനിക്ക് ഒന്നുകൂടെ ഒരു
റിന്യൂവൽ വേണം, എന്നോടൊന്ന് പുതുതാക്കണം കർത്താവേ. എന്റെ ഇപ്പോഴത്തെ ചിന്തയല്ല, ഇപ്പോഴത്തെ വിചാരമല്ല, വാക്കല്ല, അല്ല, എന്റെ ഇപ്പോഴത്തെ ഒരു കാര്യവുമല്ല, അതിലൊക്കെ അപാകതകളുണ്ട് കർത്താവെ. എന്നെ ഒന്ന് റിന്യൂ ചെയ്യണമേ, എന്നെ ഒന്ന് പുതുതാക്കണമേ, എന്നിട്ട് മൂർച്ചയുള്ളതാക്കണമേ, മൂർച്ചയുള്ളതാക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പുതുതാക്കി കഴിഞ്ഞാലേ മൂർച്ചയുള്ളതാക്കത്തുള്ളൂ. മൂർച്ചയുണ്ടെങ്കിലേ മെതുവണ്ടിയാക്കി തീർക്കത്തുള്ളൂ. സ്തോത്രം. ആ 3 പ്രോസസ്സാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സ്തോത്രം, ഞാൻ നിന്നെ അങ്ങനെ ആക്കി തീർക്കുക. ദൈവം പുതുതാക്കി തീർക്കണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ, ഞാനൊരു വാക്ക് പറയുമ്പോൾ ഒരു വലിയ സ്തോത്രം പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും എന്റെ വായെ മൂർച്ചയുള്ള വാളാക്കി കൈയുടെ നിഴലിൽ മിനുക്കി അമ്പാക്കി കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം മൂർച്ചയുള്ള ഒരു വാളായിട്ട് ഞാനൊരു വചനം പറയുമ്പോൾ, വിശ്വാസത്തിന്റെ വചനം പറയുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിനകത്ത് അത് കയറി അവിടെ ഒരു രൂപാന്തരം വരുന്ന ഒരു മൂർച്ചയുള്ള ആയുധമാക്കി ദൈവം എന്നെ തീർക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവ് പറയുക, ഞാൻ നിന്നെ ആക്കി തീർക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നീ പുഴുവായിട്ടൊന്നും ഇരിക്കണ്ട, ഞാൻ നിന്നെ വലിയ ബുൾഡോസറാക്കാൻ പോകുക, വലിയ ഹല്ലേലൂയ, സ്തോത്രം, പല്ലേറുന്നതുമായ മെതുവണ്ടിയാക്കി തീർക്കുക. അങ്ങനെ ഒരു ശക്തീകരണം ലഭിച്ചു കഴിയുമ്പോൾ അവിടെ പറയുകയാണ്, എന്താണ്? നീ പർവ്വതങ്ങളെ, വായിച്ചോ താഴോട്ട്, നീ പർവ്വതങ്ങളെ, അതായത് നമ്മുടെ ജീവിതത്തിന്റെ പർവ്വതം പോലുള്ള വിഷയത്തെ നീ പുതിയതും മൂർച്ചയുള്ളതും, മൂർച്ച എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറയാനായിട്ട് ഒത്തിരി കാര്യമുണ്ട്. നമുക്കറിയാം സ്തോത്രം, ശമരിയക്കാരി സ്ത്രീ അവളുടെ ജീവിതത്തെ പുതുതാക്കാനും മൂർച്ചയുള്ളതാക്കാനും ഒക്കെ ദൈവം യേശു അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ തന്നെ അവളിൽ ശക്തീകരണം നടന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് അത് ചിന്തിച്ചിട്ടുണ്ട്? അവളുടെ ജേണി ഒന്ന് പഠിക്കണം. അവള് തുടങ്ങിയ ജേണി എപ്പോഴാ? എനിക്ക് ഇച്ചിരി വെള്ളം തരണേ, അതിന് പരിഹാരം പറഞ്ഞപ്പം അവള് അപ്പടി വിശ്വസിച്ചു. എന്താ? നീ ദൈവത്തിന്റെ ദാനമെന്നും ഞാൻ സ്തോത്രം ഈ വെള്ളം നിത്യജീവനിലേക്ക് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അത് റിസീവ് ചെയ്തു. അപ്പോൾ അവളിൽ ശക്തീകരണം നടന്നു. യേശു പറയുന്നത് സ്തോത്രം, യേശുവിന്റെ വചനം പറയുന്നത് നമ്മൾ ബൈ ഫെയ്ത്തിൽ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശക്തീകരണം നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ശമരിയക്കാരി സ്ത്രീയില് ഓരോ ഘട്ടം ഘട്ടമായിട്ട് സ്തോത്രം ശക്തീകരണം തന്നു. നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഉറവ് ഞാൻ തരുമെന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം, ഈ ലോകത്തിന്റെ വെള്ളമൊന്നും എനിക്ക് വേണ്ട. അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് അടുത്ത് പറയുക, ഞാൻ എന്നാ നിന്നെ അങ്ങ് നിറച്ചേക്കാം, നിന്നെ ഒരു മെതുവണ്ടിയാക്കിയേക്കാം, നിന്നെ ഞാൻ എല്ലാം കൃപകളും കൃപാവരും തന്നേക്കാവുന്നല്ല പറഞ്ഞു. നിനക്കൊരു കുറവുണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. കർത്താവ് പാപം നമ്മുടെ ഏറ്റു പറയാത്തിടത്തോളം നമ്മൾ സ്തോത്രം ഒരുപക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടതായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ കുറവ് വശങ്ങൾ ഉള്ളതുപോലെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. അവള് പറഞ്ഞു സ്തോത്രം, നീ യേശു വളരെ വിവേചിച്ചുകൊണ്ട് അവളോട് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു, ഇല്ല, എനിക്ക് 4ഉം ഇല്ല, എനിക്ക് ഇപ്പോഴുള്ളതും ഇല്ല എന്ന് പറഞ്ഞോ എന്ന് പറയാ, യെസ് യെസ് ലോർഡ്, ഹല്ലേലൂയ, ഞാൻ തെറ്റുകാരിയാ, ഞാൻ കുറ്റക്കാരിയാ, ഞാൻ പാപിയാ. സ്തോത്രം, നിന്റെ ഉറവ എന്റെ മേൽ പകരപ്പെടാനായിട്ട് ഞാൻ യോഗ്യല്ല അവള് പറഞ്ഞു. അപ്പൊ യേശു അവള് പറഞ്ഞത് പറയാ, നീ പറഞ്ഞത് സത്യം തന്നെന്ന് ഒരു സ്ത്രീയോട് പറയാ. നീ പറഞ്ഞത് സത്യം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കട്ടെ. നമ്മൾ പറയുന്ന കാര്യം സത്യമായിട്ടുള്ള കാര്യമേ പറയാവുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് എന്ന് പറഞ്ഞാൽ നിത്യജീവനും സത്യദൈവവും നിത്യജീവനുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത യേശു, ഹല്ലേലൂയ, നമ്മുടെ ഒരു ക്വാളിറ്റി ആയി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നീ പറഞ്ഞത് സത്യം തന്നെ. സ്തോത്രം. അപ്പോൾ യേശു അവളുടെ 5 ഭർത്താക്കന്മാരും ഇപ്പോഴുള്ളതും എല്ലാം കൂടെ ഒറ്റ ഒരു വരയിട്ടു പറഞ്ഞു, ഓക്കെ, ഇത് മുഴുവൻ ക്യാൻസൽ ചെയ്ത് നിന്നെ ഞാൻ റിസീവ് ചെയ്ത് ഞാൻ നിന്നെ ശുദ്ധീകരിക്കുക.
അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്തോ? ആത്മാവിനെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ദേഹം, ദേഹി, ആത്മാവ് ഒരുപോലെ അവളിൽ പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ അവൾ യേശു പറഞ്ഞ വചനം റിസീവ് ചെയ്ത് അവളുടെ ജീവിതത്തിന്റെ കുറവ് മനസ്സിലാക്കുവാൻ എപ്പം അവൾ സമർപ്പിച്ചോ, അവൾ സത്യം യേശുവിനോട് വിളിച്ചു പറഞ്ഞോ, ആ നിമിഷം മുതല് യേശു അവളെ എംപവർമെന്റ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. എത്ര പേര് അത് ചിന്തിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. അവിടെ അടുത്തത് പറയുകയാണ്, സ്തോത്രം, ആരാധനയെ കുറിച്ച് പറയുക. അത് ആത്മാവിനെ, ദൈവം ആത്മാവാകുന്നു. സ്തോത്രം. ഇത് അല്ല, എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നു. ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ദൈവം അവളുടെ മേൽ ആത്മാവിനെയും പകർന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ. സ്തോത്രം. എന്നിട്ട് സ്തോത്രം, അവൾ പറയുകയാണ്, മശിഹ വരുമ്പോൾ, കണ്ടോ? സ്തോത്രം. അവള് സാധാരണക്കാര്, അവള് തോറ പഠിച്ചവളാ. മശിഹ വരുമ്പോ ഇതെല്ലാം അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ മഗ്ദലക്കാരത്തി മറിയയുടെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷമായി സംസാരിച്ചതുപോലെ, മറിയ എന്ന് വിളിച്ചതുപോലെ ഇവളോട് പറയുക. സ്തോത്രം. ഇവളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഇവളോട് പറയുക. യഹൂദന്മാരോട് സമ്പർക്കമില്ലാത്ത ആ ശമരിയ സ്ത്രീയോട് പറയുക. സ്തോത്രം, ഞാൻ തന്നെ മശിഹ. ഹല്ലേലൂയ. അപ്പോഴവൾ എന്തോ ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവം അവൾക്ക് റിവീൽ ചെയ്ത് കൊടുത്തു. നമ്മുടെ മുമ്പിൽ നിന്ന് യേശു നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ, കർത്താവേ, ഞാൻ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക, ഞാൻ വിശ്വസിക്കുക, എനിക്ക് യേശുവിന്റെ കാര്യം മതി. ദൈവമക്കളെ, എന്ന് പറഞ്ഞ് നമ്മുടെ ഫാമിലിയോ നമ്മുടെ ജോലിയോ മറ്റു കാര്യങ്ങളോ വിട്ടുപോകണമെന്നല്ല. ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കണം. അവൾ കുടം താത്തു വെച്ചിട്ട് അവളുടെ മേൽ പകർന്ന പുതിയതും മൂർച്ചയുള്ളതുമായ ഒരു സ്തോത്ര അവളെ ഒരു വലിയ അനുഭവമാക്കി തീർത്തിട്ട് ആത്മാവിന്റെ ശക്തീകരണം ദൈവമൊക്കെ കൊടുത്തിട്ട് അവള് ശമരിയ പട്ടണത്തിലോട്ട് ഓടിയത്. ഞാനൊരു മനുഷ്യനെ കണ്ടിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഓടിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഓടിപ്പോയി പറഞ്ഞില്ലെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിങ്ങൾക്കൊരു ശക്തീകരണത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഇന്നലെ സ്വപ്ന സാക്ഷ്യം പറഞ്ഞത് കേട്ടായിരുന്നോ? എത്ര പ്രാവശ്യം ഞങ്ങൾ മേളിച്ചെല്ലാമെന്ന് പറയുമ്പം സ്വപ്ന എന്തോ എന്നറിയാവോ? കച്ചടായി എടുത്ത് താഴെ വന്നിട്ട് പറയാം, ഇപ്പം മേളോട്ട് വരണ്ട, ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് എന്നെ കണ്ടിട്ട് അങ്ങ് പോയാൽ മതി. പലവട്ടം ആ വീടിനകത്ത് കയറാൻ അനുവാദം തരാതിരുന്ന സ്വപ്നമോളാണ് ഇന്നലെ സാക്ഷ്യം പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. അവള് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ ഞാനും സ്തോത്രം, വേറൊരു ഹൈന്ദവ സഹോദരി, വിശ്വാസി വന്ന സഹോദരിയും കൂടെ സ്തോത്രം, അവള് സ്നാനപ്പെടാമെന്ന് പറഞ്ഞപ്പം എന്തോ എന്നറിയാമോ? അവളുടെ ഹസ്ബൻഡ് ആരും അറിയാതെ, ഇവൾ പോലും അറിയാതെ അവിടെ ഒരു കബോർഡ് വാങ്ങിച്ചു വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്യാൻ ഒരുത്തനെ ഇങ്ങോട്ട് വിട്ടിരിക്കുക. നോക്കിക്കോണേ പിശാചിന്റെ പദ്ധതി. സ്നാനപ്പെടാനായിട്ട് തീരുമാനമെടുത്ത് ഇങ്ങോട്ട് അപ്പോഴ് ഞങ്ങൾ എന്തോ ഇതെന്നറിയാമോ? അപ്പുറത്ത് മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. സുജാത എന്ന് പറഞ്ഞ സഹോദരിയാ. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് സ്തോത്രം, കുറെ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുക പുറത്ത്. അവിടെ ആ മനുഷ്യൻ വന്ന് ഫിറ്റ് ചെയ്യും. ദൈവമേ, പെട്ടെന്ന് ഫിറ്റ് ചെയ്യണം. അത് സ്വപ്നം ഓർക്കുന്നോന്ന് എനിക്കറിയത്തില്ല. ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അത് തല തിരിച്ചാ ഫിറ്റ് ചെയ്തത്. സ്വപ്നം ഓർക്കുന്നെങ്കിൽ ഇപ്പൊ തന്നെ സാക്ഷ്യം പറയാൻ വേണമെങ്കിൽ ഓപ്പണാക്കി വരും. വേണ്ട, നമുക്ക് പിന്നെ പറയാം. ആ കബോർഡ് ചെയ്യേണ്ട രീതിയിലല്ല ചെയ്തത്, തല തിരിച്ചു ചെയ്തു. പിന്നെയും അയാൾ അഴിച്ചു. ആ സ്ക്രൂ എല്ലാം അഴിച്ചിട്ട് നോക്കണേ. എന്നിട്ട് പിന്നെയും ഫിറ്റ് ചെയ്താലും ഞങ്ങൾ അവിടെ കാത്തിരുന്ന് കൊണ്ടുപോയി സ്നാനപ്പെടുത്തിയതാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അവളുടെ ഹസ്ബൻഡിനെയും കൊണ്ടുവന്നു. എന്നാൽ സ്തോത്രം, ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. വളരെ ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞു. കർത്താവ് അവൾക്കൊരു മടക്കി ആയുസ് കൊടുത്തു. ഒരിക്കലും ഡോക്ടർമാർ പറഞ്ഞ് നടക്കാത്ത കാര്യങ്ങള് ഒരു സർജറി ചെയ്യുന്ന കാര്യം ഇന്നലെ ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആ മൂക്കിനകത്ത് സർജറി ചെയ്യണമെന്ന് പോലും അതിനു പോലും ദൈവം സമ്മതിച്ചില്ല. സ്തോത്രം. അവളുടെ ജീവിതത്തെ ദൈവം എന്തൊരു തീഷ്ണതയോടുകൂടിയാ നിന്നെന്ന് പറയാമോ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ മുന്നോട്ട് പോകുകയാ. സ്തോത്രം. ഒത്തിരി പേരുടെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അവിടെ പറയുകയാണ്, അവൾ പോയി
ആ പട്ടണത്തിൽ മുഴുവൻ സുവിശേഷം പറഞ്ഞു. ദൈവമക്കളെ, എന്റെ മേൽ അഭിഷേകം പകർന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം, എനിക്ക് വലിയ വലിയ ശുശ്രൂഷ വേണമെന്നോ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ വേണമെന്നോ ഒന്നും എനിക്ക് ചിന്തയിലായിരുന്നു. ഞാൻ അന്ധകാരത്തിൽ കടന്നു. എന്നെ അന്ധകാരത്തിൽ വിടുവിച്ച ദൈവത്തെ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാ, രാജകീയ പുരോഹിത വർഗമാ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും പറയണം. എന്നെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. അതും കൊണ്ടാണ് ഞാൻ ഈ ബഹ്റിനിൽ ഓടാൻ തുടങ്ങിയത്. സ്തോത്രം. ഓടി ഓരോ ഭവനങ്ങൾ കയറാൻ തുടങ്ങിയത്. ദൈവമക്കളെ, ഏതൊക്കെ ഭവനത്തിൽ കാലു ചവിട്ടിയോ, ഞങ്ങൾ ഒരു കൂട്ട സഹോദരിമാരുണ്ടായിരുന്നു അന്ന്, പല സഭകളിൽ നിന്നുള്ളവര്. സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒന്നിച്ചേതെങ്കിലും വീടുകളിൽ സുവിശേഷം പറയാനായിട്ട് പോകും. സ്തോത്രം. അന്നൊന്നും ഞങ്ങൾക്ക് ചർച്ച ഒന്നുമില്ല. ഞങ്ങൾ വേറൊരു സ്തോത്രം ഇടയ്ക്കുള്ള ഒരു ചർച്ച നിൽക്കുമായിരുന്നു. സ്തോത്രം. അങ്ങനെ സുവിശേഷം പറഞ്ഞ് ആത്മാക്കൾ കൂട്ടത്തോട് ഒരു ദിവസം ഒരാഴ്ച തന്നെ 3-4 പ്രാവശ്യം പാസ്റ്റർമാരുടെ പുറകെ നടന്ന് സ്നാനങ്ങൾ നടത്തുമായിരുന്നു. അനേക സ്തോത്രം അവിടെയുള്ള ഹോസ്റ്റലുകളിൽ പോകുമായിരുന്നു. അനേക ഹൈന്ദവരുടെ വിശ്വാസത്തിൽ കൊണ്ടുപോയി കർത്താവിന്റെ സന്നിധിയിൽ. നിങ്ങളോട് ഞാൻ പറയും, എന്റെ അനുഭവ സാക്ഷ്യം പറയുന്നെന്ന് പറഞ്ഞാൽ ആത്മാക്കളെ നേടുന്നിടത്തോളം ഞാൻ പറയുക, ഞാൻ ഈ പ്രസംഗിക്കുന്ന ഞാനാ സ്തോത്രം പോയി പ്രസംഗിക്കുന്ന അനുഭവം ഇപ്പം ദൈവം തന്നെങ്കിൽ ഞാൻ പറയുക, ഏറ്റവും വലിയ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ആദ്യമായിട്ട് ഞാൻ ചെയ്തതാണ് കർത്താവിന് പ്രസാദമാകുന്നത്. ഒരാത്മാവിന്റെ വിടുതൽ, ഒരു പാവി മാനസാന്തരപ്പെടുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ ഒരു അഭിഷേകം, അതാ അപ്പോസ്തല പ്രവൃത്തി 1:8 നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ ശക്തീകരിക്കും. സ്തോത്രം. പുതിയതും മൂർച്ചയുള്ളതും പല്ലേറുന്നതുമായ ഒരു മെതുവണ്ടിയാക്കി തീർക്കുന്നു. എന്നിട്ട് അടുത്തത് പറഞ്ഞിരിക്കുക, നീ എന്തതിനെയൊക്കെ തകർക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗം മാത്രം താഴോട്ട് വായിച്ചിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. സ്തോത്രം. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറുന്നതുമായ മെതുവണ്ടിയാക്കി തീർക്കുന്നു. സ്തോത്രം. പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുമെന്ന് വല്ലതും പൊടിച്ചിട്ടുണ്ടോ? അതോ പർവ്വതം നമ്മളെ മെതിക്കുവാണോ? ആണോ? സ്തോത്രം. ശക്തീകരണം നടന്നവര് നീ നിന്റെ പർവ്വതത്തെ, നിന്റെ പ്രയാസമുള്ള വിഷയത്തെ നീ മെതിക്കും. മെതിക്കാനുള്ള ഒരു അഭിഷേകം. അതാ ഈ മെതുവണ്ടി എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാമോ? സ്തോത്രം. പതിരും മറ്റു കാര്യങ്ങളും ഒക്കെ മാറ്റുന്ന അനുഭവമുണ്ട്. അതുപോലെ കട്ടയായിട്ട് കിടക്കുന്ന സ്തോത്രം കല്ല് പോലെ ഇരിക്കുന്ന അവസ്ഥയെ പൊടിക്കുന്ന അനുഭവമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്? അതൊരു ശുശ്രൂഷയാണ്. സ്തോത്രം. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കും, കുന്നുകളെ പതിർ പോലെ ആക്കുമെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങള്, നമുക്ക് ഭാരമായിട്ടുള്ളതിനെ സ്തോത്രം, ഈ ശക്തീകരണം, ഈ അഭിഷേകം നമ്മുടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് വിഷയമാണെങ്കിലും കർത്താവ് ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. കർത്താവ് ഇന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഈ വചനത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം നിങ്ങളെ ശക്തീകരിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. ആ ശക്തീകരണം നമ്മളിൽ വരുമ്പോൾ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അത് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിനകത്തൊരു മറുപടി ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല മറുപടി, വേറൊരു തരത്തിലായിരിക്കും. ഞങ്ങൾ സഭയുടെ ചുമതല നിൽക്കുന്നതുകൊണ്ട് പല വിഷയങ്ങളും ഞങ്ങൾ പറയാണെന്ന് വിചാരിക്കുന്ന വിഷയങ്ങള് പറയാതെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മറ്റൊരു തരത്തിൽ ആ വിഷയത്തെ കാറ്റി പറത്തിക്കളയുന്നത് പോലെ, ഞങ്ങളുടെ മുമ്പിൽ ഒരു ഭാരം പോലെ നിന്ന വിഷയത്തെ ദൈവം എടുത്ത് മാറ്റിക്കളഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം പറ, എൻ്റെ മുമ്പിലുള്ളതിനെ സ്തോത്രം, നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചോണ്ട് പോകും. എന്നിട്ട് പറയുകയാണ് സ്തോത്രം, ചുഴലിക്കാറ്റ് അവയെ ചിതറി, നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച്
ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ഹല്ലേലൂയ സ്തോത്രം പുകഴു. അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു അനുഭവം വേണം കർത്താവേ. അതൊരു വലിയ ശക്തീകരണത്തിന്റെ അനുഭവമായിട്ടാണ് പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. സ്തോത്രം. അവിടെ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. സ്തോത്രം. നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. നമ്മളത് പ്രാർത്ഥിക്കാനുള്ള വാക്യം തന്നെയാണ്. സ്തോത്രം. ആത്മാവ് ആവസിക്കും. എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് അവന്റെ മേൽ നിങ്ങൾ എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുത്തോണം. നിങ്ങൾക്കറിയാം എങ്കിലും പറയുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഇരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരും. ഹല്ലേലൂയ സ്തോത്രം. ഗോഡ്സ് പ്രസൻസ് ഈസ് വിത്ത് us. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഡിവൈൻ ഇൻസൈറ്റ്, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുവാൻ വിസ്ഡം നമുക്ക് തരും. വിസ്ഡം തരും അല്ലെ? പരിശുദ്ധാത്മാവ് തരുന്ന, ശക്തീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ഗിഫ്റ്റ്സ് ആണ്. നമുക്ക് മറ്റു ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് അല്ലെ, വരങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. പക്ഷെ ഇത് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്തോത്രം ഡിവൈൻ ഇൻസൈറ്റ്. ഹല്ലേലൂയ സ്തോത്രം. ഡിവൈൻ ഇൻസൈറ്റ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മേൽ പകർന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. ഡിവൈൻ ഇൻസൈറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ പകർന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. അത് ഓഫ് ചെയ്തേരെ, ഇതിനകത്ത് ജോയിൻ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. വിസ്ഡം നമുക്ക് തരും. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് അടുത്തത് മൂന്നാമത് പറഞ്ഞിരിക്കുന്ന പെർഫെക്റ്റ് ഡിസേൺമെന്റ്, ഗുഡ് ഓർ ബാഡ്, അതായത് നല്ലതേതാ തീയതേതാന്നുള്ള പെർഫെക്റ്റ് ഡിസേൺമെന്റ്. അതാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് നമ്മളോട് മുഖസ്തുതിയും ചക്കരവാക്കും പറയാനാണോ, നമ്മളോട് നല്ല വാക്ക് പറഞ്ഞിട്ട് പുറകി പറയാനാണോ എന്നുള്ള ഡിസേൺമെന്റ്. അതാണ് അല്ല വരങ്ങളിലെ ഒരു കാര്യം. ആത്മാക്കളുടെ വിവേചനം നമുക്ക് തരും. വരങ്ങൾ തരുന്ന ഗിഫ്റ്റ്സ് തരുന്നതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വിവേചനം. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ദൈവമക്കളെ? അതെല്ലാം ഒന്ന് എഴുതി വെച്ചൊന്ന് പ്രാർത്ഥിക്കും നോക്ക്. സ്തോത്രം. വിവേചനം എനിക്ക് തരണം കർത്താവേ. വിവേചനം, അതാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സ്തോത്രം. അവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പെർഫെക്റ്റ് ഗൈഡൻസ് തരാൻ വേണ്ടി, അഡ്വൈസ് തരാൻ വേണ്ടി, ഇതിനൊക്കെയാ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ പറയുന്ന ഇത് നമ്മൾ വായിച്ചിട്ടുള്ള, കേട്ടുള്ള, പക്ഷെ നിങ്ങൾ ഇത് ശക്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സ്തോത്രം. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം ഇത് നമ്മളെ ഒരുക്കിയെടുത്ത് നമ്മളെ തന്നിട്ട് നമ്മളെ ദൈവ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഹല്ലേലൂയ നമ്മളെ ഒരുക്കും. അടുത്തത് സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന ശക്തിയുടെ, ബലത്തിന്റെ ആത്മാവ്. സ്ട്രെങ്ത്. സ്തോത്രം. പവർ ടു എക്സിക്യൂട്ട് ഗോഡ്സ് വിൽ. ദൈവത്തിന്റെ പദ്ധതി നമ്മൾ നിറവേറ്റുവാനുള്ള ആ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, ആ ബലത്തിന്റെ ആത്മാവിനെ ഹല്ലേലൂയ നമ്മുടെ മേൽ പകരപ്പെടും. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ബലത്തിന്റെ ആത്മാവിനെ ഒന്ന് പകരാൻ പ്രാർത്ഥിച്ചേ. ആറാമത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ. ഇവിടെ എല്ലാം നിന്നുകൊണ്ട് ഒത്തിരി കാര്യം നമ്മുടെ സഹോദരിമാരായ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പരിജ്ഞാനം. ഹല്ലേലൂയ. പരിജ്ഞാനമില്ലാതെ എന്റെ ജനം സ്തോത്രം നശിച്ചു പോകുന്നു. പരിജ്ഞാനം വേണം നമുക്ക്, അത്യാവശ്യ കാര്യമാണ്. സ്തോത്രം. കംപ്ലീറ്റ് അവയർനെസ് ഓഫ് ഓൾ തിങ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പരിജ്ഞാനം. നമുക്ക് ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കാതെ പറയരുത്. മറ്റൊരാളോട് പറയരുത്. നമ്മുടെ ഒരു അസ്യൂം ചെയ്ത് പറയരുത്. അവരിങ്ങനെ ആയിരിക്കും, അവരിങ്ങനെ ചിന്തിക്കും. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ എല്ലായിടത്തും കൂടെ ഉള്ള കാര്യമായി പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അത് ശരിയായിരിക്കും, സത്യമായിരിക്കും. ഇല്ല, നമ്മളത് വിവേചിച്ച് നമ്മളത് സ്തോത്രം ആ കാര്യം
പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ ആ വ്യക്തി നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും, കൃപയിൽ നിന്ന് പോകും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ഏറ്റുപറ. ഹല്ലേലൂയ, സ്തോത്രം. അതും അവിടെ കേൾക്കുന്നത് ഇവിടെ കേൾക്കുന്നത് അത് മുഴുവനും സത്യമാണെന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ പരിജ്ഞാനത്തോടെ ഞങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, ഒന്നും പറയാതെ, അതൊക്കെ ഒരു പരിശുദ്ധാത്മാവ് തരുന്ന ഗൈഡൻസ് ആണ്, ഒരു അഡ്വൈസ് ആണ്, ഒരു കംപ്ലീറ്റ്നെസ് ആണ്, ഒരു പെർഫെക്ഷൻ ആണ്. എത്ര പേര് അത് മനസ്സിലാക്കുന്നുണ്ട്? 7ാമത് പറഞ്ഞിരിക്കുന്ന ഫിയർ ഓഫ് ദ ലോർഡ്, യഹോവ, ഭക്തിയുടെ ആത്മാവ്. ഇത്രയും 7 കാര്യം നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് ദൈവം പകർന്നു തരാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാനിവിടെ ഹല്ലേലൂയ, സ്തോത്രം, ഒരു കാര്യം കൂടെ തുടങ്ങിയിട്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സമയങ്ങൾ കഴിഞ്ഞെങ്കിൽ ഇച്ചിരി ലേറ്റ് ആയിട്ടല്ലേ നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു വിത്തിൻ 10 മിനിറ്റ്സ് നമുക്ക്, സ്തോത്രം, ഞങ്ങളുടെ ചർച്ചിന്റെ മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് സൂമിനകത്തത് കയറേണ്ട ആവശ്യവുമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഇങ്ങനെ പഠിച്ചപ്പോഴ് ഒരു വലിയ ഒരു കാര്യം, സ്തോത്രം, ഈ കർത്താവിന്റെ അമ്മയായ മേരിയെ, മറിയെ ശക്തീകരിക്കുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴ് 2 കാര്യം അവളെ കുറിച്ച് പറഞ്ഞ്. വുമൺ ഓഫ് ഗ്രേസ്, ഹല്ലേലൂയ. 2ാമത് വുമൺ ഓഫ് പവർ. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? എല്ലാവരും അത് നോട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. വുമൺ ഓഫ്, ഐ എം എ വുമൺ ഓഫ് ഗ്രേസ്. ഹല്ലേലൂയ. അവൾ അകത്തിരുന്നത് കൊണ്ട് സ്തോത്രം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, ഇല്ലേ? അകത്ത് ചെന്ന് നമ്മുടെ ജീവിതത്തിൽ കൃപ നിറയണം. ദൈവമക്കളെ, കൃപ നിറയണം. നമ്മൾ ഒത്തിരി പാട്ട് പാടും, കൃപ നിറയണം എന്നൊക്കെയുള്ള പാട്ടുകൾ. നല്ല പാട്ടാ അത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പാടുമ്പോൾ തന്നെ നമ്മൾ പറയണം, കൃപ നിറയണേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു അനുഭവം ഇവളോട് പറയാ, കൃപ നിറഞ്ഞവളെ അല്ലെങ്കിൽ ലഭിച്ചവളെ നിനക്ക് വന്ദനം. സ്തോത്രം. വുമൺ ഓഫ് ഗ്രേസ്. നമ്മൾ എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? കർത്താവ് നമ്മളോട് പറയുക, ഹല്ലേലൂയ, കർത്താവ് നമ്മളോട് പറയുക, കൃപ ലഭിച്ചവളെ, ഹല്ലേലൂയ, സ്തോത്രം, നിനക്ക് വന്ദനം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? അവൾക്ക് അകത്തിരുന്ന് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ അവൾക്കറിയായിരുന്നു, എന്നെ വെറുതെ ഒരു സൃഷ്ടിച്ച ഒരാളല്ല, എന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടെന്ന് അവളുടെ ഹൃദയത്തിനകത്തൊരു തീരുമാനം ഉണ്ടായിരുന്നോണ്ടല്ലയോ ആ ദൂത് കേട്ടപ്പോ അവള് സമർപ്പിച്ചത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നവരാ, നിങ്ങൾ ഉപവസിക്കുന്നവരാ, ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പറയണം, കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഹല്ലേലൂയ അതനുസരിച്ചുള്ള ആ ഒബീഡിയൻസ്, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ജീവിതത്തിലോട്ട് കൃപ നിറഞ്ഞപ്പോഴാ. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിച്ച് നമ്മുടെ മേൽ കൃപ നിറയുമ്പം ദൈവത്തിന്റെ ദൂതൻ നമ്മളോട് വന്ന് പറയും, ഇന്ന വാഗ്ദത്തം അനുസരിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ഏറ്റവും വലിയ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറക്കുലസ് ഒരു വാഗ്ദത്തം ഒരു സാധാരണക്കാരി സ്ത്രീയിൽ കൃപ നിറഞ്ഞപ്പോൾ, അവൾ പ്രാർത്ഥിച്ചപ്പോൾ കൃപ കൃപ കൃപയെന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ചവളുടെ മേൽ കൃപ പകർന്നപ്പോൾ ഹല്ലേലൂയ സംസാരിക്കാൻ തുടങ്ങി. കർത്താവ് നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ദൂത് സാധാരണക്കാരി സ്ത്രീയിൽ കൊടുത്തത് അവളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്ന വുമൺ ഓഫ് ഗ്രേസ്, ദൈവ കൃപയാണ്. എത്ര പേര് എന്നോടുകൂടെ മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമുക്കതൊന്ന് നിറയാം, കൃപ നിറയാം. ഹല്ലേലൂയ. കൃപ നിറയുന്നവരായി തീരട്ടെ നമ്മള്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിത് പറയുമ്പോൾ നേരിട്ട് വന്ന് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ഒന്നിച്ചൊന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ എന്റെ ഉള്ളത്തിനകത്ത് തോന്നുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. 2ാമത് ഞാനത് മനസ്സിലാക്കിയപ്പോൾ വുമൺ ഓഫ് പവർ, അതായത് അവൾ പറഞ്ഞ കാര്യം, ഹല്ലേലൂയ, ഒരക്ഷരം മിണ്ടാതെ കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദൂതുകൾ മുഴുവനും അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് അവൾ ഇട്ടിരുന്ന പദ്ധതികളെ എല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ദൂതായിരുന്നു അവൾക്ക് ലഭിച്ചത്.
ഓർത്ത് നോക്കിക്കേ നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ പ്ലാനും പദ്ധതികളെ മറിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനായിരിക്കും? അവളുടെ ഈ ദൂതെല്ലാം കഴിഞ്ഞപ്പോ അവൾ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ പുരുഷനെ അറിയാൽ ഇതെങ്ങനെ സംഭവിക്കും? അവളുടെ ഭർത്താവിനുമായിട്ടുള്ള ജീവിതമല്ല നോക്കിയത്, അവളുടെ യഹൂദ പാരമ്പര്യമല്ല നോക്കിയത്. ദൈവവചനം ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും അതിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തതാ കൃപ വ്യാപരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴാണ് അവൾ ദൂതം പറയുന്നത്, ഇത് നിന്റെ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദൈവമക്കളെ, ഏറ്റവും ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന വലിയ വാഗ്ദത്തം കൊടുത്തിട്ട് പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ, സ്തോത്രം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേരത് ഏറ്റെടുത്തിട്ടുണ്ട്? ഹല്ലേലൂയ, അത്യുന്നതന്റെ ശക്തി. ഹല്ലേലൂയ, സ്തോത്രം. നിഴലിട്ടുകൊണ്ട് ദൈവം അവളെ അതിനുവേണ്ടി ഒരുക്കിയെടുത്തു. ഹല്ലേലൂയ, പറയാൻ പറ്റുമോ? മേരി വാസ് ഹംബിൾ ഇൻ ദ ഫേസ് ഓഫ് ദ പവർ. ആ പവറിന് മുമ്പാകെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ശക്തി ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഹ്യൂമിലിറ്റി, ആ ഹംബിൾ നേച്ചർ, പരിശുദ്ധാത്മാവ് വരുമോ? എനിക്കത് മതി. എന്നെ ശക്തീകരിക്കുമോ? എന്റെ പ്രതിസന്ധിയെ മാറ്റുമോ? എനിക്കത് മതി. ഹല്ലേലൂയ. ഇത്രയും വലിയ ദൂതാണെന്നും പറഞ്ഞ് അത് ദൂതും പറഞ്ഞുകൊണ്ട് സ്തോത്രം എഴുതി വെച്ച് അതും അതിന്റെ ഭാരവും കൊണ്ട് ഒരു പർവ്വതം പോലെ അവൾ ഇരിക്കുവല്ലായിരുന്നു. സ്തോത്രം. ആ ദൂത് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുമെങ്കിൽ ഞാൻ എന്തു വേണമെങ്കിലും എന്റെ ദൈവത്തിന് വേണ്ടി ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിന്റെ മേരി സെഡ് യെസ് ടു ഗോഡ്സ് പ്ലാൻ ഫോർ ഹെർ ലൈഫ്. എത്ര പേർക്ക് പറയാൻ പറ്റും? അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മേരി സെഡ് യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ ദൈവവചനം അനുസരിക്കുന്നവര്, ഫെയ്ത്ത് ഇൻ ഗോഡ്സ് വേർഡ്. മേരി വാസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. Mary was humble in the face of the power of the Most High. അത്യുന്നതന്റെ ശക്തി വന്നപ്പോൾ വുമൺ ഓഫ് പവർ ആയി തീർന്നു അവള്. ഹല്ലേലൂയ. ഞാനിത് ഇതുവരെയും ചിന്തിക്കാത്ത ചില റെവലേഷനാ തന്നത്. ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാ. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാൽ ഒരു നിമിഷം ഇറങ്ങിപ്പോകല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ഒരു മീറ്റിംഗ് സ്തോത്രം അല്ലാതുള്ള ഒരു മീറ്റിംഗ് ആയിട്ട് നടത്തണമെന്ന് എനിക്ക് അങ്ങ് ചിന്തിക്കുക. കാരണം പരിശുദ്ധാത്മ എല്ലാവരും പ്രാർത്ഥിച്ചാണ്, കർത്താവേ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറുതുമായ ഒരു മെതുവണ്ടി ആക്കി തീർക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, കർത്താവേ, എന്നെ ഒന്ന് തീർക്കണേ. ഞാൻ ഉൾപ്പെടെ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഈ അന്ത്യകാലത്ത് കർത്താവേ, ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയെ കൃപ നിറയാനും ശക്തി നിറയാനും സാധിക്കോ? അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ഹല്ലേലൂയ. വെറുതെ നമ്മൾ വന്നവരല്ല, വെറുതെ ഇരിക്കുന്നവരല്ല. ഒത്തിരി മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ കേട്ട ദൂതുകൾ, ആലോചനകൾ കർത്താവേ എന്റെ മേലൊന്ന് പകരപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് നമുക്ക് നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒരു തീരുമാനത്തോടെ എല്ലാവരും മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവർ മ്യൂട്ട് മാറ്റി അല്പസമയം ഒന്ന് ആരാധിച്ചിട്ട് കർത്താവിനോട് പറ, കർത്താവേ, ഇന്ന് പകൽ കേട്ട വചനം മുഴുവനും ഞാൻ ഏറ്റെടുക്കുക. എല്ലാവരുടെ മേലും ശക്തിയോടെ ബലത്തോടെ
ബലത്തോടെ എല്ലാവരും നിൽപ്പാണ്ടവണ് പ്രൗഢം ദീപൽ പ്രൗഢം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ. ഒരു നിമിഷം പറയാം, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരണമേ, എനിക്ക് ശക്തി ലഭിച്ചിട്ട് കർത്താവേ, എനിക്ക് ലോകത്തിൽ മുഴുവൻ സാക്ഷിയാകണം, അങ്ങയുടെ സാക്ഷിയാകണം. എന്നെ വിധിച്ചതാ ആ രക്തത്തിന്റെ വില ഓർത്ത് ഞാൻ ഇനി വേറെ കാര്യങ്ങൾ പറയാനോ വേറെ കാര്യത്തിന് പോകാനോ അല്ല. എന്റെ കോട്ടമെല്ലാം എന്റെ ജീവിതത്തിന്റെ സർവ്വത ഞാൻ കാത്തുവെച്ച് വിശേഷവുമായി യേശുവിന്റെ ദൗത്യവുമായി പോകും. സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദിഗലാരീവ പ്രൗഢം ജഗദഗരാധക ശംബലവൗഡക രീവൽ പ്രൗഢക രഗദക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. അവിടുത്തെ കരത്തിൽ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ കരത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നവരുടെ മേലെ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി കർത്താവെ, ഞങ്ങളെ പുതിയതാക്കി, മൂർച്ചയുള്ളതാക്കി, പല്ലേറിയതാക്കി, ഞങ്ങളുടെ മുമ്പിൽ വരുന്ന പർവ്വതങ്ങളെ ഹല്ലേലൂയ മെതിച്ചു മാറ്റുവാൻ, കുന്നുകളെ കാറ്റിൽ പറപ്പിക്കാനുള്ളൊരു അഭിഷേകത്തിന്റെ നിറവുമായി, ശക്തിയുമായി, കൃപ നിറഞ്ഞവളായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പോവാൻ കർത്താവെ സഹായിക്കും. ഞങ്ങളുടെ ഇന്നത്തെ മീറ്റിംഗ് ഒത്തിരി തടസ്സങ്ങൾ കർത്താവെ ഉണ്ടായിട്ടു, കർത്താവ് അത് പൂർണ്ണമായിട്ട് ഹല്ലേലൂയ ദൈവമേ തീർത്തു തരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി സകല മഹത്വവും മാനവും പുകഴ്ചയും എല്ലാം കർത്താവിന്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ആശീർവാദം പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ട്. രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതിനുശേഷം വാട്സപ്പിൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഇപ്പോഴും നമ്മളെല്ലാവരോടും കടന്നു വന്നവരോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും തലമുറകളോടും എല്ലാം ഇന്ന് വന്നേക്കൊണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹല്ലേലൂയ. Thank you, sister. God bless you. Thank you, auntie. സ്തോത്രം 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 സ്തോത്രം. Bless you. God bless. താങ്ക് യു. ബെറ്റി, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് വാട്സപ്പിൽ കൂടെ